ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇന്നിപ്പം നമ്മുടെ കേരളത്തിൽ കുറേ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷേ ഒരു പാർട്ടി നല്ല കാര്യം ചെയ്താൽ നമ്മളവരെ അഭിനന്ദിക്കണം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നമ്മളൊരു പൊളിറ്റിക്സ് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടി ചെയ്യുന്ന നല്ലതിനെ മാത്രം നമ്മൾ ഇതാക്കും. നമ്മുടെ പാർട്ടിക്ക് പറ്റുന്ന പോരായ്മകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കത്തില്ല. അതാണ് ഈ ഓരോ പാർട്ടിയുടെയും വിജയം. ഇപ്പോൾ കേരളത്തിൽ തന്നെ 3 പാർട്ടികളുണ്ട്. ഈ 3 പാർട്ടിയിലെ അണികളെല്ലാം സെയിം രീതിയിൽ തന്നെ. പക്ഷേ എനിക്ക് മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ അവരൊരു വാഗ്ദാനം കൊടുത്ത് ഒരു 50 പരം വീടുകൾ പൂർത്തിയാക്കി. അവരഭിനന്ദിക്കണം. കാരണം നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു 800 കോടിയാണെന്ന് തോന്നുന്നു. 800 കോടി രൂപ കൈ വെച്ചോണ്ടിരുന്നിട്ടും ഇതുവരെ വീട് പൂർത്തിയാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. പൂർത്തിയാക്കിയ വീടുകളിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷേ ആ വീടുകളിൽ ഫർണിച്ചറില്ല, അങ്ങനെയുള്ള കാര്യങ്ങളില്ല, അടിസ്ഥാന സൗകര്യം ഒന്നുമില്ല. ഇനിയത് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. അപ്പോൾ അതിനു മുമ്പ് അവരൊരു ഉദ്ഘാടനമൊക്കെ നടത്തി, ഇലക്ഷന് മുമ്പ് ഒരു ഉദ്ഘാടനമൊക്കെ നടത്തി അവരത് സെറ്റാക്കി വെച്ച് ആരെ പറ്റിക്കാൻ, ഈ മലയാളികൾ, ഇത്രയും ബുദ്ധിയുള്ള മലയാളികളെ പറ്റിക്കാൻ വേണ്ടി അവർ ഉദ്ഘാടനമൊക്കെ നടത്തിയിട്ട് എന്തുവായി? ആ വീട്ടിലൊരാൾക്ക് പോലും കടന്നു നിന്ന് എനിക്ക് ഓർമ്മയില്ല. കടന്നോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ മുസ്ലിം ലീഗിനെ അഭിനന്ദീകരിക്കാൻ വയ്യ. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അവർ ചെയ്ത വളരെ സിസ്റ്റമാറ്റിക്, നല്ല ക്വാളിറ്റിയിൽ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. എല്ലാം നല്ല രീതിയിൽ വീട്, ഫർണിച്ചേഴ്സ്, കാര്യങ്ങളെല്ലാം കൊടുത്തു. അങ്ങനെ വേണം. കാരണം ആ വീട്ടിൽ ചെല്ലുന്നവർക്ക് ഇനി ഒരു സാധനം മേടിക്കേണ്ട. അപ്പോൾ അവർ പഴയ വീട്ടിൽ നിന്ന് ഒരു വീട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പഴയ വീട്ടിലൊരു സാധനം തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുസ്ലിം ലീഗിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. അവർക്ക് ഒത്തിരി അഭിനന്ദനങ്ങളായിരിക്കുന്നു അവരുടെ ടീം വർക്കിന്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും സാധിക്കാനൊക്കാത്തത് മുസ്ലിം ലീഗിന് സാധിച്ചു. അവരുടെ ടീം വർക്കാണ്. അതുപോലെ നല്ലൊരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു, നല്ല ക്വാളിറ്റിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു. ആ വീട്ടിൽ പോകുന്നവർക്ക് ഒരാൾക്കും ഒരു നിരാശയുടെ ഒരു ഇതുപോലും ഇല്ലാതെ അത് ചെയ്യാൻ അവരെ കൊണ്ടൊത്ത്. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളെ നമ്മൾ അഭിനന്ദിച്ചേ ഒക്കത്തുള്ളൂ. കോൺഗ്രസ്സുകാർ വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും ആയില്ല. സ്ഥലമൊക്കെ മേടിച്ചിട്ടേ ഉള്ളൂ. ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് പോലും അവർക്കൊന്നും, നമ്മൾ ഈ ദുരന്തമൊക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്നൊരു ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് മെയിൻ പ്രശ്നം, നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിൽ നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പോകരുത്. അത് ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇനിയും നോക്കുക. ഇനി കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇനി ഇതുവരെ നിങ്ങൾ ഭരിച്ച പോലെ ആയിരിക്കത്തില്ല. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. കാരണം ഇവിടെ ഇപ്പം കഴിവുള്ള ആൾക്കാരുണ്ട്. അവർക്ക് അവസരങ്ങൾ ഇനിയും വരുത്തുള്ളൂ. മലയാളികൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. അതാണ് മാപ്പറുകളൊക്കെ ഇരുന്ന് ചാനലിലൊക്കെ ഇരുന്ന് കരയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർ കറക്റ്റ് കാര്യങ്ങൾ ചെയ്യുക. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒന്നും ചെയ്യാതെ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് നടക്കത്തില്ല. നിങ്ങൾ നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ, ഞങ്ങൾക്ക് ഒക്കത്തില്ലെന്ന് പറയാം. നിങ്ങൾ വാഗ്ദാനം കൊടുത്താൽ ഭരിക്കുന്ന പാർട്ടി ആയാലും പ്രതിപക്ഷമായാലും ആരായാലും നടത്തുക. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഒരു ദിവസം പോലും ഒരു കാര്യത്തിൽ ഡിലേ വരരുത്. കാരണം ഒരു അപകടത്തിൽപ്പെട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് ആളുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് അവർക്കൊരു ആശ്വാസവും വീടും കാര്യങ്ങളും ഉണ്ടാക്കി അവരെ സേഫാക്കാൻ നമ്മൾ നോക്കുക. അപ്പം അതിന് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മുസ്ലിം ലീഗ് ഒരു മാതൃകയാണ്. അവർക്ക് അഭിനന്ദനങ്ങൾ. അത് പറയാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടത്. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തൊരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് ലീഗിൽ നിന്ന് ആയിക്കോട്ടെ. അതിലും നല്ലതല്ലേ? ഇത്രയും നല്ല ടീം വർക്ക് ചെയ്യാൻ ഒക്കുന്നവർക്ക് കേരളത്തിൽ കുറേ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമിൽ ചെയ്യാൻ ഒക്കുമെന്നുള്ളത്. കാരണം നമ്മുടെ ഒരു ബൈപ്പാസ് വരാൻ 60 വർഷം എടുത്ത സമയമാണ്. ഇപ്പം എന്താണ്ട് മറ്റേ നാഷണൽ ഹൈവേ വന്നപ്പോഴത്തേക്ക് ഒരു 6 മാസം കൊണ്ട് ആലപ്പുഴ ബൈപ്പാസ് അവർ പണിഞ്ഞു. നമ്മൾ 60 വർഷം എടുത്തു. അപ്പോൾ ഇനിയും തൊട്ട് അങ്ങനെയുള്ള ഡിലേ ആക്കുന്ന ആരെയും വേണ്ട. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തവർക്കൊന്നും ഇനി ചാൻസ് ഇല്ല. ഇനിയും ചാൻസ് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവരെ ഇനിയും ജനങ്ങൾ തിരഞ്ഞെടുക്കത്തുള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിച്ചോ രാഷ്ട്രീയക്കാർ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.